നിര തെറ്റിയതോ മുന്നിലേക്ക് തള്ളിയതോ വിടവുള്ളതോ ആയ പല്ലുകളെ നിരയിലേക്കാക്കുന്ന മോസ്റ്റ് മോഡേൺ അഡ്വാൻസ്ഡ് ഡിജിറ്റൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ക്ലിയർ അലൈനർ എന്ന് പറയുന്നത്. ഇതൊരു ഡിജിറ്റൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പേഷ്യൻ്റ് ഡിജിറ്റൽ സ്കാൻ എടുക്കും. ഡിജിറ്റൽ സ്കാൻ എടുത്തിട്ട് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് റിസൾട്ട് എന്താണ് വരാൻ പോകുന്നതെന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് മുന്നേ തന്നെ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ട് ഡിസൈൻ ചെയ്യുക ചെയ്യുന്നത്. എന്നിട്ട് ആ ഡിസൈൻ ചെയ്ത, അതായത് നമ്മളൊരു എൻഡ് റിസൾട്ട് എന്താണോ അത് ട്രീറ്റ്മെൻറ്റിന് മുന്നേ തന്നെ ഡിസൈൻ ചെയ്യുന്നു. എന്നിട്ട് ആ ലെവലിലേക്ക് നമ്മുടെ പല്ലുകളെ കൊണ്ടുവരിക ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം മുകളിലും താഴെയും ഒരു സെറ്റ് അലൈനർ വയ്ക്കും. ഒരു വൈറ്റ് ട്രാൻസ്പെറൻറ്റ് പ്ലേറ്റാണ്. അത് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് വയ്ക്കുന്നു. എന്നിട്ട് അത് 14 ദിവസം കൂടുമ്പോൾ ചേഞ്ച് ചെയ്യുന്ന ടൈപ്പ് അലൈനർ ഉണ്ട്, 10 ദിവസം കൂടുമ്പോൾ മാറുന്ന ടൈപ്പ് ഉണ്ട്, ആഴ്ചയിൽ മാറുന്ന ടൈപ്പ് ഉണ്ട്. അങ്ങനെ 3 ടൈപ്പ് അലൈനർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എത്ര സെറ്റ് അലൈനറാണ് വരുന്നത്, ഏത് ടൈം വിയർ ആണ് നിങ്ങൾക്ക് ആപ്റ്റായിട്ട് വരുന്നതെന്ന് പറയും. ഇപ്പോൾ ഒരു 14 ഡേ വിയർ ആണ് നമ്മൾ ചൂസ് ചെയ്തത്. സോഫ്റ്റ്വെയർ ഡിസൈനിങ്ങിൽ നമുക്കൊരു 20 സെറ്റ് അലൈനർ ഇട്ടാലാണ് നമ്മളുടെ പല്ലുകൾ കറക്റ്റ് ആവുക എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ 20 സെറ്റ് അലൈനർ കൈ തന്നുവിടും. ഫസ്റ്റ് സ്റ്റേജ് ഇടുക. 14 ദിവസം ഉള്ള ടൈപ്പാണ് നമ്മൾ ചൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ 14 ദിവസം കഴിഞ്ഞ് 15ൻ്റെ അന്ന് രണ്ടാമത്തെ സെറ്റ് ഇടുക. അടുത്ത 14 ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ സെറ്റ്. അങ്ങനെ കണ്ടിന്യൂസ്ലി എത്ര സെറ്റ് അലൈനറാണോ നിങ്ങൾക്ക് തരുന്നത്, അത്രയും സെറ്റ് അലൈനർ ഇട്ട് തീരുമ്പോഴേക്കും പല്ല് നോർമൽ പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും. അത് ഏത് പൊസിഷനിൽ എങ്ങനെ എത്തുമെന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് മുന്നേ തന്നെ വീഡിയോ ആയിട്ട് കാണിച്ചു തരും. നിങ്ങളുടെ പല്ല് എങ്ങനെ നീങ്ങി വരും, നിങ്ങളുടെ മുഖത്ത് എന്ത് ചേഞ്ച് വരും, ട്രീറ്റ്മെൻറ്റിന് ശേഷം നിങ്ങളുടെ മുഖം എങ്ങനെയായിരിക്കും, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഉള്ള വീഡിയോ എങ്ങനെയായിരിക്കും, ഇങ്ങനത്തെ ഒരു പ്രൊജക്ഷൻസൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റിന് മുന്നേ തന്നെ കണ്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ക്ലിയർ അലൈനർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേറെ ഫുഡ് റെസ്ട്രിക്ഷനോ വേദനയോ ചുണ്ടുമുറിയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. മാസമുള്ള ക്ലിനിക് വിസിറ്റിൻ്റെ ആവശ്യമില്ല. അബ്രോഡുള്ള പേഷ്യൻസിന് ഈസിയാണ്. കാരണം അവർക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പം മാത്രം നാട്ടിൽ വന്നാൽ മതിയാവും. അല്ലെങ്കിൽ എപ്പോഴാണോ നാട്ടിൽ വരുന്നത് അപ്പോൾ ഒരു വിസിറ്റും കൂടെ കൊടുത്താൽ മതിയാവും ഡോക്ടർക്ക്. അതുപോലെ തന്നെ നമുക്ക് വേറെ ഫുഡ് റെസ്ട്രിക്ഷൻ ഒന്നും തന്നെ ഇല്ല. എന്നെ വേണേലും കഴിക്കാം. ഫാസ്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് തീരും. ഇതിപ്പോൾ ഒരു നോർമലി ഒരു കട്ട ഒട്ടിച്ച് കമ്പി ഇടണമെന്നുണ്ടെങ്കിൽ ഒരു 1.5-2 വർഷമൊക്കെ ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷൻ എടുക്കാം. അത് തന്നെ അലൈനറിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു 5-6 മാസം കൊണ്ടൊക്കെ ഫുൾ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു ഡിജിറ്റൽ ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ആക്യുറേറ്റ് റിസൾട്ട് ആയിരിക്കും. നമുക്ക് നോർമലി ട്രീറ്റ്മെൻറ്റ് എന്താണ്, റിസൾട്ട് എന്താണെന്ന് കണ്ട് മനസ്സിലാക്കി പോകാനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഓപ്ഷനാണിത്. ഇനി അടുത്ത കാര്യം വരുന്നത് ഇതിൻ്റെ കോസ്റ്റാണ്. ഇതിൻ്റെ കോസ്റ്റ് ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിരിക്കും. ഓരോരുത്തരുടെ പല്ലിൻ്റെ കണ്ടീഷന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ മൈൽഡായിട്ട് ചെറിയ കേട്ടിറക്കം, ചെറിയ ഗ്യാപ്പ്, ചെറിയ പൊങ്ങലൊക്കെ ഉള്ള സിറ്റുവേഷനിൽ നമുക്ക് നോർമലി ഒരു 35 to 50 ആ റേഞ്ചൊക്കെ ആയിരിക്കാം നോർമലി ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് വരിക. അതുപോലെ തന്നെ ഇച്ചിരി കൂടി മോഡറേറ്റ് സിറ്റുവേഷനിലാണ്, കുറച്ചും കൂടെയൊക്കെ പല്ല് പൊങ്ങിയിട്ടുണ്ട്, കുറച്ചധികം ഗ്യാപ്പുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം കേട്ടിറക്കമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 60+ 1 lakh വരെയൊക്കെ നോർമൽ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് വേരി ചെയ്യാം. അതുപോലെ തന്നെ ചില കോംപ്ലക്സ് സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 lakh+ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് പോവാം. ഒറ്റ കാര്യം, നമുക്ക് അപ്പോൾ 100 വേരിയൻസ് വരുന്നുണ്ടെങ്കിൽ 100 പേർക്ക് നമുക്ക് അലൈനർ ചെയ്യാൻ പറ്റില്ല. കോംപ്ലക്സ് ആയിട്ടുള്ള, അതായത് സിവിയർ ബോൺ ഡിഫക്റ്റുകൾ കാര്യങ്ങളോ ഉള്ളവർക്കൊക്കെ നമുക്ക് എപ്പോഴും നോർമൽ കൺവെൻഷണൽ ബ്രേസസ് കട്ടയൊടിച്ച് കമ്പിയിടൽ തന്നെയാണ് ബെറ്റർ. അപ്പോൾ ഇതുപോലുള്ള രീതിയിൽ നമ്മൾക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ക്ലിയർ അലൈനർ എന്ന് പറയുന്നത്.